ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഈ കുയിലിട്ടങ്ങ് പോവാം. ആരും ഈ ഭാഗത്തില്ല. എടോ, സമയം വൈകിപ്പിക്കാതെ വേഗം കുയിലിറങ്ങ്. ആ, ഞാനിതേ ഇറങ്ങി. മുതലാളി, ഇത് നമ്മുടെ തലയിലാവോ? ഏയ്, നമ്മുടെ തലയിലാവൻ നമ്മളെന്ത് ചെയ്തു? അത് പിന്നെ നമ്മളിപ്പോ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അതുകൊണ്ട് ആരെങ്കിലും നമ്മളാണ് ഈ കുട്ടിയെ കൊന്ന് ഈ കുയിലിട്ടതെന്ന് പറഞ്ഞാൽ? എന്റെ പൊന്നാര മോനെ, ആ കരിനാക്ക് വെച്ചിട്ടേ ഇങ്ങനത്തെ വർത്താനൊന്നും പറയല്ലേ. അല്ല മുതലാളി, ഞാനൊരു സംശയം ചോദിച്ചതാ. നിന്റെ ഒരു സംശയം? എടാ മോനെ, എന്താ? വേഗം ഇങ്ങ് കുയിന്ന് എടുത്തിട്ട് വാ. മുതലാളി എന്തിനാ ഇപ്പൊ അത് പറയേണ്ട ആവശ്യം? എടാ, അവൻ ആ കുട്ടിയും പിടിച്ച് അവിടെ ഇരുന്ന് കരിയാണ്. ആലോചിക്കുമ്പോ പാവം തോന്നുന്നു. എത്ര സങ്കടം ഉണ്ടാവും. പറഞ്ഞിട്ട് കാര്യമില്ല. മുതലാളി, ആ കുട്ടി മരിച്ചിട്ടുണ്ടാവില്ലേ? 99% ആ കുട്ടി മരിച്ചിട്ടുണ്ടാവും. പിന്നെന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേ? എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല് നിർബന്ധ. അതെന്തിനാ? മരിച്ചെങ്കിൽ പിന്നെന്തിനാ കൊണ്ടുവന്നത്? കുഴിച്ചിട്ടാ പോരെ? എടാ പൊട്ട, ഈ കുട്ടി എങ്ങനെ മരിച്ചെന്നൊക്കെ അറിയണ്ടേ? അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആദ്യം ജീവൻ ഉണ്ടോ നോക്കും. ജീവൻ അല്ലെങ്കിൽ എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യും. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എന്റെ മോളെ ആയിഷ. എന്താടോ, ജീവനുണ്ടോ? എന്റെ മോള് എന്നെ തരിച്ചാക്കി പോയി. കണ്ടിട്ട് സഹിക്കുന്നില്ല, പാവം. എടോ, താൻ ഇവിടെ നിന്ന് കരയാതെ എത്ര പെട്ടെന്ന് കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കേ. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടൊന്നും ഇനി ഒരു കാര്യമില്ല. എടോ, അത് നമ്മളല്ല പറയേണ്ടത്. എത്രയും പെട്ടെന്ന് കുട്ടി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. എന്റെ മോള് മരിച്ചു. ഇത് തണുത്ത് കിടക്കുന്നു ബോഡി മുഴുവൻ. പാവം, 1-2 മണിക്കൂറായും തോന്നുന്നു മരിച്ചിട്ട്. എന്റെ മോള്. ഇനി കരഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കണ്ടേ? എന്റെ മോള് വീടിന് പുറത്ത് ഇറങ്ങാറേ ഇല്ല. ഇതെന്താ സംഭവിച്ചെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും സമയം വൈകിപ്പിക്കണ്ട. എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ടെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ നോക്ക്. ശരി. ഈശ്വര, എന്റെ തല ഒന്നാകെ ചുറ്റുന്നു. ഈശ്വര, ആ പീരാൻ വന്ന ഞാൻ എന്താ അവനോട് പറയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്യും ദേവി? എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ മോളെ ആരെ കൊന്നത്? എനിക്ക് ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ വയ്യ. ഡോക്ടർ, ഡോക്ടർ, എന്റെ കുഞ്ഞ് മരിച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞടോ. എന്താണ് സംഭവം? അത് പിന്നെ ഡോക്ടർ, പറയടോ, എന്താ സംഭവിച്ചത് മോക്ക്? എനിക്കൊന്നും അറിയത്തില്ല ഡോക്ടർ. അശ്വതി ഓടിപ്പിടിച്ച് എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു മോളെ കാണുന്നില്ലാന്ന്. എന്നിട്ട് ഞങ്ങൾ എല്ലാ സ്ഥലവും നോക്കി, എവിടെയും മോളെ കാണാനില്ല. അവസാനം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്ന സമയത്ത് പോകുന്ന വഴിക്ക് 2 തൊഴിലാളികളെ കണ്ടു. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാ. ഓഹോ, എന്നിട്ട് അവരോട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചു. അപ്പോ എന്തിനാന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ മോളെ കാണുന്നില്ലാന്ന്. അയ്യോ, എന്നിട്ട് അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു ഈ കുഴിയില് ഒരു കുട്ടിയുടെ ബോഡി കണ്ടു, അത് നിങ്ങളുടെ മോളെ ബോഡിയാണോ എന്ന് നോക്കാൻ പറഞ്ഞു. അയ്യോ. നോക്കിയപ്പോ അത് ഞങ്ങളുടെ മോള് ആയിഷ തന്നെയായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചു. അപ്പോ ഈ ബോഡി എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഡോക്ടർ, ഞങ്ങൾക്ക് നിങ്ങളുടെ സൈൻ ആവശ്യമാണ്. എവിടെ വേണേലും സൈൻ ഇട്ട് തരാം ഡോക്ടർ. കുട്ടിക്ക് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ല അല്ലേ? ഇല്ല ഡോക്ടർ, എനിക്കും അറിയില്ല, അശ്വതിക്കും അറിയില്ല. എന്താ മോക്ക് സംഭവിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. ശരി, അപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യാം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, എന്റെ ഭാര്യ അശ്വതിയെയും ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, തന്റെ ഭാര്യയാണല്ലേ അത്? അതെ ഡോക്ടർ. അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? പറയാൻ ഒത്തിരി വിഷമമുണ്ട്. എന്താ ഡോക്ടർ? തന്റെ അശ്വതി. എന്താ എന്താ ഡോക്ടർ? അവൾക്ക് എന്താ? കുട്ടി മരിച്ചതിന്റെ ഷോക്ക് ആയതുകൊണ്ട് അശ്വതിക്കിപ്പോ ഡോക്ടർ, അശ്വതി ഇപ്പോ നോർമൽ അല്ല. ഈശ്വര, എന്നെ കൊണ്ട് വയ്യ. ഈ ഹോസ്പിറ്റലില് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അശ്വതിയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. ഡോക്ടർ, എന്റെ അശ്വതി. തന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എനിക്ക് അറിയില്ലടോ. തന്റെ ഭാര്യയ്ക്ക് ഈ സന്ദർഭത്തിൽ ധൈര്യവും തണലൊക്കെ നൽകേണ്ട താനാണ്. അപ്പൊ താനും കൂടി തകർന്നാൽ? ഡോക്ടർ, ഞാൻ എങ്ങനെയാ തകരാതിരിക്കുക? ഡോക്ടർ ഒന്ന് പറ. എന്റെ മോള് മരിച്ചു, എന്റെ ഭാര്യയ്ക്ക് ഇപ്പോ ഭ്രാന്തായി. ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടിട്ടാ ജീവിക്കുന്നത്? ഡോക്ടർ പറ. എടോ, കൂൾ കൂൾ. എടോ. എന്താ ഡോക്ടർ? എന്റെ കൃഷ്ണ, ഞാൻ ഇയാളെ എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കണ്ടേ? ഡോക്ടർ,
എന്തായി? അത് പിന്നെ എന്താ ഡോക്ടർ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? തന്നോട് ഞാൻ എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാ? എടോ, തന്റെ മോളെ ഒരാൾ കൊന്നതാ. എന്ത്? പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താ ഡോക്ടർ? സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ട്. ഡോക്ടർ ഡോക്ടർ എന്താ പറഞ്ഞേ? അതേടോ, തന്റെ മോളെ പീഡിപ്പിച്ചിട്ടാണ് കൊന്നിരിക്കുന്നത്. അയ്യോ, പുതുതായി നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോയിക്കല്ലേ കൂട്ടുകാരെ. നമ്മുടെ വീഡിയോസിന് സപ്പോർട്ട് തരുന്ന എല്ലാ കൂട്ടുകാരോടും ഒത്തിരി ഒത്തിരി നന്ദി. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലവ് യു ഓൾ. താങ്ക് യു ഓൾ.